ഏറെ കാര്യങ്ങൾ കേൾക്കുകയും അവരവർക്ക് കഴിയുന്ന രീതിയിൽ ചിന്തിക്കുകയും ചിന്തിച്ചു കിട്ടുന്ന ശരിതെറ്റുകളെ ജീവിതത്തിലൂടെ അനുഭവിക്കാൻ ശ്രമിക്കുകയാണ് ഓരോരുത്തരും സദാസമയവും. ഇവിടെ കേട്ടതെല്ലാം തന്നെയും നിങ്ങളുടെ ചിന്തയിൽ കടന്നു വരുന്നുണ്ട്. ഗഹനമായ തത്വങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ രസാത്മകമായ വിചാരവികാരങ്ങൾ അവരെങ്ങനെയാണ് നമ്മളോട് സംവേദനം ചെയ്യുന്നത് എന്ന് നോക്കിക്കണ്ട് അനുഭവിച്ച് ആ സംവേദനക്ഷമത ഭാഗികമാണോ പൂർണ്ണമാണോ, അതിലെന്തൊക്കെ കുറവുകളുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അതിൽ നമ്മളാൽ കഴിയുന്ന എന്തൊക്കെ തിരുത്തലുകൾ ക്രമീകരണങ്ങൾ വേണം അത് പകർന്നു കൊടുക്കാനും വേണ്ടിയാണ് ഈ ഒത്തുകൂടൽ. ഈ ആനുവൽ ഡേ എന്ന് പറയുന്നത് പഠിച്ച പാഠങ്ങൾ അതെത്രമാത്രം അവർ ഗ്രഹിച്ചു, ആ ഗ്രഹിച്ചത് ദഹിച്ചത് അവരുടെ വിചാരവും വികാരവുമായി അനുഭൂതിയായി അവർക്ക് പകർന്നു തരാൻ കഴിയുന്നുണ്ടോ? ഇതൊരു പബ്ലിക് എക്സാമിനേഷനാണ്. സാധാരണ ഈ ആനുവൽ ഡേ എന്ന് പറയുന്നത് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് എക്സാമിനേഷനാണ്. ഇവർ നടത്തുന്ന ഓരോ പ്രോഗ്രാമും ഓരോ പാഠത്തെ അധികരിച്ചാണ്. ആ പാഠത്തിൽ നിന്ന് അവരെന്തു പഠിച്ചുവോ അത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് രസിക്കുന്ന തലത്തിലേക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തലത്തിലേക്ക് അവരെ തന്നെ പകർന്നു തരുന്ന രീതിയിൽ, അതാണ് ആനുവൽ ഡേയുടെ പ്രത്യേകത. പലപ്പോഴും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ പരിമിതിയുണ്ട്, അവർക്ക് കൊള്ളാൻ വ്യാപ്തി കുറവാണ് എന്നാണ്. അങ്ങനെയല്ല. നമ്മൾ അതിൻ്റെ റാമ് പരിമിതപ്പെടുത്താതിരുന്നാൽ മതി. അവരുടെ കഴിവുകൾ അനന്തമാണ്. അനന്തമായ വൈശിഷ്ട്യമുള്ള മനുഷ്യന് അവൻ്റെ വൈശിഷ്ട്യത്തെ തിരിച്ചറിയാനും അത് തനിക്കും ലോകത്തിനും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പകർന്നു കൊടുക്കുക എന്നല്ല പറയേണ്ടത്, ജീവിക്കാൻ. അവരുടെ ജീവിതം അങ്ങനെയാകണം. അവർക്കോ അവർ ലോകത്തിനോ അഹിതമാകാതെ മാറണം. അതിനവരെങ്ങനെ ചിന്തിക്കണം, എന്തു വികാരത്തോടു കൂടിയാണ് അത് കർമ്മപദത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനെ കർമ്മപദത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും വികാരം കൊണ്ടും തന്നെയോ ലോകത്തെയോ അല്പം പോലും ദുഃഖിപ്പിക്കാത്ത ഹനിക്കാത്ത വ്യക്തികളായിട്ട് മാറണം. അങ്ങനെ മാറാൻ ഓരോ വ്യക്തിയെയും പ്രാപ്തമാക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പലപ്പോഴും വിദ്യാഭ്യാസത്തിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും
വിദ്യാഭ്യാസത്തിൻ്റെ ചുക്കാൻ പിടിച്ചവരാണ്, പ്രത്യേകിച്ചും അധ്യാപകര്. നമ്മളൊരു മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ട പ്രക്രിയയിൽ നിരതരായിരുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. പലപ്പോഴും നമ്മളുടെ ധാരണയുണ്ട് ഒരു ഇൻഫർമേഷൻ പരിമിതമായ അറിവാണ് എന്ന്. നമ്മുടെ ഏറ്റവും വലിയ വൈകല്യത്തിൽ ഒന്നിതാണ്. ഒരു അറിവ്, ഒരു ഇൻഫർമേഷൻ അത് പരിമിതപ്പെട്ടതാണ് എന്നതാണ് നമ്മൾ ധരിച്ചു വച്ചേക്കുന്നത്. ഓരോ അറിവും പരസ്പര പൂരകമായി അഖണ്ഡമായിട്ടിരിക്കുകയാണ്. ആ ഓരോ അറിവും പരസ്പര പൂരകമായി അഖണ്ഡമായി ഇരിക്കുന്നു എന്ന് അറിഞ്ഞ് പഠിപ്പിക്കാനും അറിഞ്ഞു പഠിക്കാനും പറ്റുന്ന നികേതമാകണം വിദ്യാലയങ്ങൾ. ആധുനിക ലോകം അറിവിനെ മുഴുക്കെ ഏറ്റവും ചെറിയ ചേംബറിലേക്ക് അടയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ ചേംബറുകൾ മുഴുക്ക നമ്മൾ പറയില്ലേ, തകർത്ത് കളയാൻ അല്ലെങ്കിൽ മാറ്റാൻ നമുക്ക് കഴിയണം. കാരണം ഒരറിവും പരിമിതപ്പെട്ട് ഇരിക്കുന്നത് അല്ല. ഒരു കൊച്ചുദാഹരണം, എല്ലാവരും വളരെ സീരിയസ് ആയിട്ടിരിക്കണം. എന്താ കാര്യം? സ്വാമി വലിയ സീരിയസ് ആണോ? ഓ ആണോ? അതാണ്. കാരണം നിങ്ങളുടെ മുഖത്തൊന്നും ഈ കറണ്ട് ഇല്ലാത്ത ബൾബ് പോലെ ഇരിക്കണം. കാരണം ഒരു പ്രകാശവും കാണാനില്ല. അതെ, ഒന്ന് ചിരിച്ചല്ലായിരുന്നു. ഒന്ന് ചിരിക്കപ്പോ അതും ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് ചിരിക്കേ, ഒന്ന് ഉറച്ചു ചിരിക്കേ. ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ചിരിക്കാനില്ലേ വന്നത് ഇവിടെ? ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ, ഉറച്ചൊന്ന് ചിരിച്ചേ, ഒന്ന് ഉറച്ചു ചിരിച്ചേ. എന്താ ഉപയോഗിച്ചേ? ഹാ 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 ഇല്ലേ എന്ന് പറഞ്ഞേ. ഹായ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശ്വാസം അകത്ത് പോകുന്നോ, വായു അകത്ത് പോകുന്നോ, പുറത്തേക്ക് വരുന്നോ? ഹാ ഹാ എന്ന് പറയുമ്പോ പുറത്തേക്കാ പോകുന്ന, അകത്തേക്ക് വരുന്നത്? ഉറച്ചു പറയൂ. പുറത്തു പോകുന്നു. അപ്പോ നമ്മുടെ എന്തകത്തുണ്ടോ അത് പുറത്തു പോകുമ്പോഴാണ് നമുക്ക് ചിരിക്കാൻ പറ്റുന്നത്. മനസ്സിലാവുന്നു? നിങ്ങളെ പരിമിതപ്പെടുത്തിയിരിക്കുന്ന എന്തൊക്കെ നിങ്ങളിലുണ്ടോ അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. നിങ്ങൾക്ക് പരിമിതപ്പെടുത്തുന്നത് പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നു എങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അവരെ പരിമിതപ്പെടുത്തുന്നത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും ചിരിക്കും. അപ്പോ പരിമിതപ്പെടുത്തുന്നതാണ് നമ്മുടെ ദുഃഖം. ആ വിവരമാണ് നാം വിദ്യാഭ്യാസത്തിലൂടെ നേടുന്നത്. അകത്താ വിവരം എങ്ങനെ ഇരിക്കണോ, പുറത്താ വിവരം എങ്ങനെ ഇരിക്കണോ? ഈ വിവരത്തിന് വെറും ഡിജിറ്റൽ പ്ലെയിൻ മാത്രമാണോ, മാത്തമെറ്റിക്കൽ പ്ലെയിൻ മാത്രമാണോ, അതോ രാസപരമായ വികാരപരമായ അസ്തിത്വമുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് രണ്ടും എങ്ങനെ പരസ്പര പൂരകമായി തന്നിലും ഈ ലോകത്തിലും ഇരിക്കുന്നു? ഇതറിയുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. മനസ്സിലായോ? മോനെ ഇന്നെന്ത് കഴിച്ചു? മോനെ ഉച്ചയ്ക്ക് മോനോട് എന്ത് കഴിച്ചു? ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചോ? രുചിയായി കഴിച്ച ആഹാരത്തിന്റെ പേര് പറയൂ. ഏതെങ്കിലും ഒരു കറി ഉണ്ടെന്ന് പറയൂ. പറഞ്ഞു മോനെ. ബുദ്ധിമുട്ടുണ്ടോ പറയാൻ? പറയൂ. ഓർക്കണോ? ഉച്ചയ്ക്ക് കഴിച്ചത് പറഞ്ഞാൽ മതി. ഊണ് കഴിച്ചു. അട്ടെ
എന്തിനാ ചോദിച്ചെന്ന് ചോദിച്ചാൽ സ്വാമി നിങ്ങളോട് കാരണം ഇത് വെറും പ്രഭാഷണമായിട്ട് നിങ്ങളോട് സംസാരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിച്ചവരാണ്, ആഹാരം കഴിച്ചവരാണ്, ഇല്ലയോ? ആഹാരം കഴിച്ചു. ഈ ആഹാര വസ്തുക്കളെല്ലാം കുറേ, നിങ്ങൾ ചോറാകട്ടെ, അതിൽ വെജിറ്റബിൾ കറികളാകട്ടെ, ഏതുമാകട്ടെ, നോണാകട്ടെ, വെജിറ്റബിൾ ആകട്ടെ, ഏതുമാകട്ടെ, എല്ലാം പ്രകൃതിയുടെ ഈ പറയുന്ന സസ്യജാലങ്ങളിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആണ്. സസ്യങ്ങളെ കഴിക്കുന്ന മൃഗങ്ങളോ മൃഗങ്ങളെ കഴിക്കുന്ന മൃഗങ്ങളോ, ആ തലത്തിലേക്ക് എങ്ങനെ വേണോ നിങ്ങൾക്ക്, മനുഷ്യനോ ആരുമാകാം. അപ്പോ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം തന്നെയും ഈ പ്രകൃതിയുടെ വൈവിധ്യമാർന്ന അസ്തിത്വമാണ്. ഇപ്പൊ നിങ്ങൾ ചോറ് കഴിക്കണോ, ആ ചോറ് ഉണ്ടാകണമെങ്കിൽ അതിന് നെല്ലുണ്ടാകണം, അല്ല അരി ഉണ്ടാകണം, അരി ഉണ്ടാകണമെങ്കിൽ നെല്ലുണ്ടാകണം, നെല്ലുണ്ടാകണമെങ്കിൽ ഞാറുണ്ടാകണം, ഞാറിൽ നെല്ലുണ്ടാകണമെങ്കിൽ ജൈവ സമ്പത്തുണ്ടാകണം. ഈ പറയുന്ന വളം, ഈ പറയുന്ന അതിൻ്റെ ആഹാരമുണ്ടാകണം, ജൈവ ആഹാരമുണ്ടാകണം. അത് ഭൂമിയിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് ആ സസ്യം പാകം ചെയ്തെടുക്കുന്ന ഫലമാണ് നമ്മൾ കഴിക്കുന്ന ചോറ് എന്ന് പറയുന്നത്. മറന്നു പോകരുത്. ഈ വളമായിട്ട്, ഈ സസ്യത്തിന്റെ ആഹാരമായി ഇരിക്കുന്ന ഘടകം സാധാരണ കൈകൊണ്ട് തൊട്ടാൽ പലപ്പോഴും കൈ കഴുകിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന നമുക്ക് തോന്നുന്ന വസ്തുക്കളാണ്. ആ വസ്തുക്കളിൽ നിന്ന് ആഹാരം സ്വീകരിച്ച് വളർന്ന് അതിൻ്റെ ഫലം പാകമാക്കി അതിരുചിയോടുകൂടി നാം ആഹാരമായി കഴിക്കണം. ഈ ഭൂമിയിലെ പഞ്ചഭൂതാത്മകമായ ഈ വളത്തിൽ നിന്ന്, അല്ലയോ? അങ്ങനെയല്ലേ പറയാ? ആണോ? ഈ വളമാണ് എന്തായിട്ട് മുന്നിലിരിക്കുന്നത്? ചോറായിട്ട്, അന്നമായിട്ടിരിക്കുന്നത്. അപ്പോ ആ വളം ചോറായിട്ട്, ഈ ചോറ് നമ്മൾ കഴിച്ചു കഴിയുമ്പോ ഈ ചോറ് നമുക്കെന്തായി മാറണു? നമ്മുടെ ശരീരത്തിന്റെ വളമാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ വളത്തെ വലിച്ചെടുത്ത് അല്ലെങ്കിൽ പാചകം ചെയ്താണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്. എന്തൊക്കെ അകത്തേക്ക് എടുത്തുവോ അതൊക്കെ കുറേശ്ശെ പുറത്തേക്ക്. അപ്പൊ എന്തൊക്കെ താൻ സ്വീകരിച്ചുവോ അതൊക്കെ പുറത്തേക്ക് പോകും. എന്തൊക്കെ പുറത്തുണ്ടോ അതാണ് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്. പുറത്തില്ലാത്തതൊന്നും തനിക്ക് സ്വീകരിക്കാനില്ല. അത് ജലമാകട്ടെ, ഭൂമിയാകട്ടെ, അഗ്നിയാകട്ടെ, വായുവാകട്ടെ, ആകാശമാകട്ടെ, അതിന് പാകപ്പെടുത്തി അല്ലെങ്കിൽ അതിന് മിക്സറാക്കിയിട്ട്, സംയുക്തമാക്കിയിട്ട്, വൈവിധ്യമാർന്ന തലത്തിൽ പാക്കറ്റുകളാക്കി നമ്മൾ കഴിക്കുമ്പോഴും എന്തു തന്നെയാണ്? പുറത്തുള്ളതാണ്. പുറത്തില്ലാത്തതൊന്നും നിങ്ങൾക്ക് കഴിക്കാനില്ല. വായിൽ കൂടെ കഴിക്കാനില്ല, കണ്ണിൽ കൂടെ കഴിക്കാനില്ല, ചെവി കൂടെ കഴിക്കാനില്ല, മൂക്കിൽ കൂടെ കഴിക്കാനില്ല, ഈ ത്വക്കിൽ കൂടെ കഴിക്കാനില്ല. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ നിങ്ങൾ ആഹരിക്കുന്ന ആഹാരമെല്ലാം തന്നെയും എവിടെ നിന്നുള്ളതാണ്? പുറത്തുള്ളതാണ്. പുറത്തുള്ളത് മാത്രമേ നിങ്ങൾക്ക് അകത്ത് സ്വീകരിക്കാനുള്ളൂ. എന്തു പുറത്തുണ്ടോ അതേ അകത്തുള്ളൂ. അകം അഹിതമാകാതിരിക്കണമെങ്കിൽ എന്തു വേണം? പുറം അഹിതമാകാതിരിക്കണം. പുറത്തെ ഘടകം അഹിതമായാൽ അതാണ് നാം കഴിക്കുന്നത്. ആ അഹിതം കഴിച്ചാൽ തനിക്ക് എന്തു സംഭവിക്കും? അഹിതമാണ്. അതിന് രോഗമെന്തോ എന്തു പേര് പറഞ്ഞാലും തരക്കേടില്ല. ഈ
സിസ്റ്റത്തിന്, ഈ അസ്തിത്വത്തിന് അഹിതാവസ്ഥ സംജാതമാകും. അപ്പൊ തനിക്ക് ഹിതാവസ്ഥ സംജാതമാകണമെങ്കിൽ പുറം എങ്ങനെ ഇരിക്കണം? ഹിതമായിരിക്കണം. പുറം ഹിതമാകാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുഃഖം. ദേ ഇവിടെ ഇരിക്കാൻ വയ്യല്ലോ, അസാധ്യ ചൂടാണ്. എവിടെയും തിളച്ചുകൊണ്ടിരിക്കണു. ഭൂമിയുടെ ജലം അതിങ്ങനെ വിധാനം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. താപം കൂടിക്കൊണ്ടേയിരിക്കുന്നു. വായു മലിനമായിക്കൊണ്ടേയിരിക്കുന്നു. ആകാശം അഹിതമായ പാർട്ടിക്കിൾ കൊണ്ട്, ധൂളികൾ കൊണ്ട് നിറഞ്ഞു കവിയുന്നു. ഖരവും വളരെ ചെറിയതുമായ ജംഗിൾ കൊണ്ട്, നമ്മൾ പറയില്ലേ, വേണ്ടാത്ത വസ്തുക്കൾ കൊണ്ട് നമ്മളെ അസ്വസ്ഥമാക്കുന്ന, ലോകത്തെ അസ്വസ്ഥമാക്കുന്ന പൊടിപടലം കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. അപ്പോ പുറം ഇങ്ങനെ അസ്വസ്ഥമായാൽ ആരസ്വസ്ഥമാകും? നാം അസ്വസ്ഥമാകും. ഈ അസ്വസ്ഥത ആരാ ഉണ്ടാക്കുന്നത്? നാമ. കാരണം അതിമനോഹരമായ ഈ പ്രകൃതിയെ ഒന്ന് നിങ്ങൾ ഒരു നിമിഷ നേരം നിങ്ങൾ വല്ലപ്പോഴും ചെന്നിട്ട് നിലക്കണ്ണടിയിൽ നിങ്ങൾ നല്ല സാരിയും വസ്ത്രവും ഒക്കെ ഉടുത്തിട്ട് കണ്ണൊക്കെ എഴുതി നിങ്ങളൊന്ന് നിലക്കണ്ണാടിയിൽ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ? ആണോ? ആണ്. കാര്യം നിങ്ങൾ കാണാൻ വളരെ സൗന്ദര്യമായിരിക്കണു, ഇല്ലയോ? കോടാനുകോടി സൗന്ദര്യത്തോടു കൂടിയ ഈ പ്രകൃതിയെ സൗന്ദര്യത്തിനു വേണ്ടി ഇപ്പൊ ചിന്തിച്ചു നോക്കുക. പലപ്പോഴും സൗന്ദര്യം കൂട്ടുന്നത് ഈ മുടികൾ മുഴുക്കം പ്ലക്കിയത് കളഞ്ഞിട്ടാണ് സൗന്ദര്യം കൂട്ടുന്നത്. സോറി പറയുന്നത് ശരിയാണോ എന്നറിയില്ല. കാരണം പ്രകൃതിദത്തമായ ഈ സൗന്ദര്യത്തെ വികലമാക്കിക്കൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കണം. നമ്മൾ എപ്രകാരമാണോ നമ്മുടെ പ്രകൃതിയെ വികലമാക്കി അതിനെ സൗന്ദര്യമായി കാണാൻ ശ്രമിക്കുന്നത്, ഇതുപോലെ തന്നെയാണ് പ്രകൃതിയെയും ഇതുപോലെ പൊട്ടിച്ച് തകർത്ത് പ്രകൃതിയുടെ എല്ലാ താളങ്ങളെയും അഹിതമാക്കി പ്രകൃതത്തെ ഇന്ന് വികൃതമാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വിദ്യാർത്ഥികൾ പോരാ, ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ എങ്ങനെ എന്നെ വികൃതമാക്കുന്നു, ഞാൻ എങ്ങനെ ഈ പ്രകൃതിയെ വികൃതമാക്കുന്നു. ഈ വികൃതമായ അസ്തിത്വമാണ് ഇന്നത്തെ എൻ്റെ ദുഃഖം. അപ്പോ വിദ്യാഭ്യാസത്തിലൂടെ നാം നേടുന്നത് മറ്റൊന്നുമല്ല. നിങ്ങൾ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് ഓർത്തിട്ടാ തരക്കേടില്ല. എന്താണെന്നറിയാമോ? സൗന്ദര്യത്തിനു വേണ്ടി നാം നമ്മ വികലമാക്കുന്നത് പോലെ പ്രകൃതിയെ സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടി പ്രകൃതിയെ വികലമാക്കി താനും പ്രകൃതിയും വികലമായതിൻ്റെ അനന്തര ഫലമാണ് ഇന്ന് ലോകത്ത് നാം അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഈ ദുഃഖത്തിന് കാരണം മറ്റാരുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. താൻ തന്നെ വികലമാക്കുന്നു, താൻ ഈ ലോകത്തെ പ്രകൃതിയെ വികലമാക്കുന്നു. എന്നിട്ടോ ഉച്ചൈസ്തരം നിലവിളിക്കണു, പ്രകൃതി വികലമായി, പ്രകൃതി തന്നെ ദുഃഖിപ്പിക്കണു. ആരാ പ്രകൃതി?
തന്നിൽ നിന്ന് അന്യമായ ഒരു പ്രകൃതിയുണ്ടോ? ഇല്ല. പുറത്ത് എന്ത് പ്രകൃതമാണോ, എന്താണോ ഉള്ളത്, അതേ തൻ്റെ ഉള്ളിലുള്ളൂ. തന്നിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തെ പ്രകൃതിയായി മാറുന്നത്. എന്തൊക്കെ പുറത്തെ പ്രകൃതിയിൽ വൈകല്യം വന്നോ അതിൻ്റെ മുഴുക്ക ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ്. താനാണിതിൻ്റെ ഉത്തരവാദി എന്ന് തിരിച്ചറിയാൻ ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളെയും വളരാൻ തുടങ്ങുന്ന കാലം മുതൽ പഠിപ്പിച്ച് തന്നെ സ്നേഹിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള അതിവിദഗ്ധവും ശക്തവുമായ അറിവിൻ്റെ ക്രമീകരണമാണ് വിദ്യാഭ്യാസത്തിൽ നടക്കേണ്ടത്. അത് നടക്കാത്തതാണ് ഇന്നത്തെ വ്യക്തിയുടെയും ലോകത്തിൻ്റെയും ദുഃഖം. നാം നമുക്കും ലോകം നമുക്കും ശാപമാകാതിരിക്കണം എങ്കിൽ ഓരോരുത്തരുടെയും വിവരം വികലമാകാതെ പൂർണ്ണമായി മാറണം. അപ്പോൾ ഏതു വിഷയം പഠിക്കുമ്പോഴും അത് പുറത്തും അകത്തും രണ്ടായിട്ടിരിക്കണില്ല എന്ന് തിരിച്ചറിയണം. ഇപ്പോ ഈ കുഞ്ഞുതായി മോൻ ഇവിടെ ഇരിക്കണു. മോന്റെ അടുത്തേക്ക് മോന്റെ കൊച്ചു അനുജൻ കാലോ എന്തെങ്കിലും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ചേട്ടാന്ന് പറഞ്ഞ് ഓടി വന്നാൽ ആ കുഞ്ഞറിയാതെ ആ അനുജനെ എടുത്ത മടിയിലിരുത്തി മോൻ സ്നേഹം കൊടുത്ത് ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് അതിന് വേണ്ടത് ചെയ്യും. ആ സമയത്ത് ആ കുഞ്ഞ് അറിയാതെ അമ്മയായി മാറുകയാണ്. ആ അമ്മയുടെ സ്നേഹം ആ ജ്യേഷ്ഠൻ തൻ്റെ അനിയനിലേക്ക് പകരുകയാണ്. ഒരു വ്യക്തിയിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരനുണ്ട്, സമസ്ത ഘടകങ്ങളുമുണ്ട്. ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഇതിൽ ഏതൊക്കെയാണ് തന്നെയും ലോകത്തെയും ഹിതമാക്കുന്നത്, സുഖമാക്കുന്നത് എന്ന് അറിയാൻ ഓരോ വ്യക്തിയും അതിന് പ്രാപ്തി ഉണ്ടാക്കിയേ പറ്റൂ. ആ പ്രാപ്തി നേടലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. വിദ്യാഭ്യാസം ഇത്ര മാത്രമാണ്. വളരെ കൂടുതൽ പ്രഭാഷണത്തിൻ്റെ ആവശ്യമേ ഇല്ല. എന്താ വിദ്യാഭ്യാസം? താൻ ചിന്തിക്കുകയും വൈകാരികമായി കർമ്മം ചെയ്യുകയും ചെയ്യുമ്പോൾ അത് തന്നെയോ ലോകത്തെയോ ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിക്കാതിരുന്നാൽ ആ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ട അറിവും വികാരവും കർമ്മവും ആർജിക്കുന്ന കേന്ദ്രമാണ്, നികേതമാണ് വിദ്യാലയം. വിദ്യാലയം അതായി മാറണം. അപ്പോ അത് വരാത്തതിന് ഏക കാരണം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ബാഹ്യമായ അറിവ് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. ഒരു കുഞ്ഞിന് കേവലം ഒരു കമ്പ്യൂട്ടറായി കണ്ടിട്ട് കുറെ ഡാറ്റാസ് ഫീഡ് ചെയ്യണം. എക്സാമിനേഷന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു അക്ഷരത്തെറ്റ് പോലും ഇല്ലാതെ പ്രിന്റ് ഔട്ടാക്കി കൊടുത്താൽ ആ കുഞ്ഞ് ഏറ്റവും ബ്രൈറ്റായിട്ട് സ്റ്റുഡൻറ്റും ഏബിൾ പേഴ്സണുമായിട്ട് നമ്മൾ കാണുന്നു. അതിൻ്റെ ദുരന്തമാണ് ഇന്ന് നാം അനുഭവിക്കുന്നത്. ഇന്ന് ലോകത്ത് ആജ്ഞാശക്തിയോടുകൂടി ലോകത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ഓരോ വ്യക്തിയും ഇതുപോലെ വളർന്നു വന്ന കുഞ്ഞുങ്ങളാണ് എന്ന് തിരിച്ചറിയുക. ഇന്ന് എന്തെങ്കിലും ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ അവരെ അവരാക്കി മാറ്റാൻ ഏത് അറിവ് എങ്ങനെ സ്വീകരിച്ചുവോ അതനുസരിച്ച് അവർ വളർന്നു വന്നു. അവരുടെ ശരികളാണ് ഇന്നു നമ്മുടെ ശരിയും ദുഃഖവുമായി നിൽക്കുന്നത്. അതിൽ ദുഃഖം കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, ആ അറിവിൽ, ആ വിദ്യാഭ്യാസത്തിൽ എന്തോ സാരമായ തകരാറ് സംഭവിച്ചു എന്ന്. അത് മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം പാർഷ്യൽ എഡ്യൂക്കേഷൻ അല്ല,
അത് ടോട്ടൽ എഡ്യൂക്കേഷനാണ്. അറിവിന്റെ ഭാഗികമായ അഭ്യാസമല്ല, പോരാ, വിദ്യാഭ്യാസമല്ല, പൂർണ്ണമായ അറിവിന്റെ വിദ്യാഭ്യാസമാണ് ഓരോ വ്യക്തിക്കും വേണ്ടത്. ഈ ലോകത്തു പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും, മൃഗവും മനുഷ്യനും വേർതിരിക്കപ്പെടുന്ന ഏക ഘടകമാണ് ഈ വിദ്യാഭ്യാസം. വിദ്യയാകുന്ന വിത് എന്ന് പറഞ്ഞാൽ പ്രകാശം. ഈ ലോകത്തിലെ സമസ്ത വസ്തുക്കളും അത് റിലേറ്റീവ് റിയാലിറ്റി ആകട്ടെ, പെർമനന്റ് റിയാലിറ്റി ആകട്ടെ, അത് ആപേക്ഷികമായ യാഥാർത്ഥ്യത്തെ ആപേക്ഷികമായി തിരിച്ചറിയാനും ശാശ്വതമായ യാഥാർത്ഥ്യത്തെ ശാശ്വതമായി തിരിച്ചറിയാനും പറ്റുന്ന തലത്തിലേക്ക് ഓരോ വ്യക്തിയും വളരണം. അപ്പൊ അതിനു വേണ്ട അറിവായിരിക്കണം വിദ്യാഭ്യാസത്തിലൂടെ കിട്ടേണ്ടത്. എല്ലാവർക്കും എല്ലാ വൈശിഷ്ട്യവും ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വൈശിഷ്ട്യം അവനിൽ ഏറി നിൽക്കും. അതാണ് ആ വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്ന വെളിച്ചം. അത് തിരിച്ചറിയാൻ വിദ്യാഭ്യാസ തലത്തിൽ മാതാപിതാക്കളും ഗുരുക്കന്മാരും തിരിച്ചറിഞ്ഞേ മതിയാകൂ. അതറിയണമെങ്കിൽ ഓരോ അറിവ് പകർന്നു കൊടുക്കുമ്പോഴും അവരുടെ ശരീരവും മനസ്സും വികാരവും അഹങ്കാരവും അജ്ഞതയും ഇതെല്ലാം തന്നെ അവരുടെ പ്രാണനും അവരുടെ ബോധത്തിൽ എങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു എന്ന് അവർക്ക് തിരിച്ചറിയാൻ, ലോകത്തിന് തിരിച്ചറിയാൻ പറ്റുന്ന തലത്തിലേക്ക് അറിവ് പകർന്നു കൊടുക്കാൻ, ഉൾക്കൊള്ളാൻ അവരെ പ്രാപ്തമാക്കണം. എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസമാകൂ. പലപ്പോഴും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വീട്ടിൽ കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ ലഘുവായിട്ടാണ് പലപ്പോഴും കുഞ്ഞുങ്ങളെ കാണുക. ഒരിക്കലും നിങ്ങളങ്ങനെ ധരിക്കരുത്. കണമെന്ന് പറയുന്നത്, ആറ്റമെന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഇലക്കട്ടൈ കൊണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് അവരിൽ നിഹിതമായിരിക്കുന്ന അനന്തമായ വൈശിഷ്ട്യം ഇല്ല എന്ന് തമസ്കരിക്കരുത്. അത് കാണാൻ ഓരോ പാരൻസും ഓരോ മാതാപിതാക്കളും അത് കാണാൻ ശ്രമിക്കണം. എന്നിട്ട് അവർക്കത് വളർന്നു വരാൻ എന്തൊക്കെ വേണമോ അതൊക്കെ കൊടുക്കണം. അതിലെന്തൊക്കെ കുറവുണ്ടെന്നറിയാനാണ് അധ്യാപകർ, ഗുരുക്കന്മാർ. അപ്പോ മാതാപിതാക്കളും ഗുരുക്കന്മാരും ഈ കുഞ്ഞിനെ എപ്രകാരമാണോ ഒരു കർഷകൻ ഒരു വിത്തിട്ട് അത് പൂത്ത് ഫലമായി മാറാൻ വേണ്ടി യത്നിക്കുന്നത് പോലെ ഓരോ കുഞ്ഞിനെയും, കാരണം ആ വിത്തിന്റെ ഘടകം തന്നെ സ്വാമി പറഞ്ഞത് ഓരോ കുഞ്ഞുങ്ങളും ഓരോ വിത്താണ്. വിവാഹം കഴിയുന്നതിന് മുമ്പ് തന്നെ വൈവാഹിക ജീവിതത്തിന്റെ ധർമ്മം എന്താണെന്ന് ഓരോ വ്യക്തിക്കും പകർന്നു കൊടുക്കണം. അതില്ലാത്തതിന്റെ അനന്തര ഫലമാണ് ഇന്ന് കുടുംബത്തിൽ കാണുന്ന എല്ലാ ശൈഥില്യത്തിനും കാരണം. കുടുംബ ബന്ധങ്ങൾക്ക് മുഴുക്ക സാരമായ കോട്ടം തട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ അല്പം പോലും തിരിച്ചറിയാതെ കേവലം ഭാവനാജന്യമായ ഒരു സങ്കല്പ ലോകത്തിലേക്ക് ജീവിതത്തെ നോക്കിക്കാണുകയും അത് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതിയുടെ പ്രകൃതം തനിക്ക് താൻ മറന്നുപോകുന്നു. ആ മറവിയാണ് കുടുംബ ജീവിതത്തിൽ വന്നു ചേരുന്ന ഏറ്റവും വലിയ ദുഃഖം. അപ്പോ ഒരു കുഞ്ഞ് ശരിയാകണമെങ്കിൽ ഗ്രഹം ശരിയാകണം. ഗ്രഹം ശരിയാകണമെങ്കിൽ മാതാപിതാക്കൾക്ക് ഗൃഹസ്ഥ ധർമ്മം എന്ത് എന്നറിയണം. ഒരു കുടുംബം എന്താണെന്നറിയണം. അച്ഛൻ ആരെന്നറിയണം, അമ്മ ആരെന്നറിയണം. അവിടെ അമ്മുമ്മയും അപ്പൂപ്പനും തൻ്റെ സഹോദരങ്ങളും സമസ്തവരും എന്താണെന്നറിയണം. ഓരോരുത്തരും എന്തു നേടണം, എവരിലൂടെ ഈ കുടുംബം എന്താർജിക്കണം, ഈ കുടുംബത്തിലൂടെ
ഈ സമൂഹത്തിന് എന്താ കൊടുക്കേണ്ടത്, ഈ സമൂഹം ഈ ലോകത്തിന് എന്താ കൊടുക്കേണ്ടത്, ഇത് നോക്കിക്കാണാനും മനസ്സിലാക്കാനും അതറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാക്കി ഓരോ കുഞ്ഞുങ്ങളെയും വാർത്തെടുക്കാൻ പറ്റുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം അതിൻ്റെ ധർമ്മം പൂർണ്ണമാകൂ. ആ അപൂർണതയാണ് ഇന്നു നാം സമൂഹത്തിൽ കാണുന്ന എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഏറ്റവും വലിയ വരാൻ പോകുന്ന ഒരു മഹാവിപത്തിനെ കുറിച്ച് ഹിന്ദി ചെയ്തുകൊണ്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് സൗമിയുടെ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ മനുഷ്യന് ഏറ്റവും നാശം വിതയ്ക്കുന്ന, ഭയം ജനിപ്പിക്കുന്ന, ലോകത്തിൻ്റെ അസ്തിത്വത്തിനു തന്നെ ഭീഷണിയായി മാറുന്ന അറിവിൻ്റെ ഒരു വളർച്ചയാണ് ബയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ബയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? ഇന്ന് സ്വാമി പറയുന്നത് മുഴുക്കെ നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഈ ബയോ അസ്തിത്വ ഈ ബയോ എൻറ്റിറ്റി ഉള്ളത് കൊണ്ടാണ്. ഇതിലെ ഓരോ സെല്ലും, ആ ഓരോ സെല്ലിനും ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ആറ്റമിനും, ആറ്റമിൽ നിലനിൽക്കുന്ന സബറ്റോയ് പാർട്ടിക്കിളും, അതുണ്ടാക്കിയിരിക്കുന്ന കോർക്കും, അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബോസോൺ, ഇവിടെ കോർക്കും അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കോണ്ടവും, കോണ്ടത്തിന് നിദാനമയക്കുന്ന അടിസ്ഥാന സ്പന്ദനവും, അതിൻ്റെ കണക്കൊന്നു തെറ്റിയാൽ, അതിൻ്റെ അറേഞ്ച്മെന്റിൽ പ്രകൃതിദത്തമായ കണക്ക് വികലമാക്കിയാൽ, മനസ്സിലാവുന്നുണ്ടോ? പ്രകൃതിദത്തമായ കണക്കിന്റെ ബാലൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് താളം തെറ്റിച്ചാൽ മനുഷ്യൻ അസുരനാകും, മൃഗമാകും, സംഹാര താണ്ഡവമാടും. ലോകം നശിക്കാൻ വേറെ ഒന്നും വേണ്ട. സ്വാമി ഇപ്പോ ഇത് പറയാൻ കാരണം നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് എയുടെ കയ്യിലെത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ എ ഭരിക്കുന്ന ഒരു ലോകം, അത് ഭരിക്കുന്ന മനുഷ്യൻ സംജാതമായി കഴിഞ്ഞാൽ മനുഷ്യത്വം കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ടായി പരിണമിക്കും. മനുഷ്യത്വമില്ലാത്തൊരു മനുഷ്യലോകമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ മനുഷ്യത്വാധിഷ്ഠിതമായ ഒരു മനുഷ്യലോകമാണോ? മനുഷ്യത്വാധിഷ്ഠിതമായ മനുഷ്യലോകമാണെങ്കിൽ പൂർണ്ണമായ വിദ്യാഭ്യാസം അനിവാര്യമാണ്. മറ്റൊന്നും അതിന് പരിഹാരമല്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ കേവലം ഒരു മിഷ്യനാക്കി മാറ്റാതെ പച്ചയായ മനുഷ്യനായി അവരെ വളർത്തിയെടുക്കുക. കാരണം ഇത് പറയാൻ കാരണം പച്ചയായ മനുഷ്യനായി വാർത്തെടുക്കുക. കാരണം അവർ ജനിച്ചത് മൃഗകുലത്തിലാണ്. അണ്ടർലൈൻ ചെയ്ത് ഓർത്തിട്ടേക്കുക. നമ്മളെല്ലാം ജനിച്ചത് മൃഗകുലത്തിലാണ്. വിവേകമാകുന്ന വൈശിഷ്ട്യം മനുഷ്യനാക്കി മാറ്റുമ്പോൾ ആ മനുഷ്യത്വം നിലനിർത്തണമെങ്കിൽ താൻ നിലനിൽക്കുന്നത് ഈ പ്രപഞ്ചമുള്ളത് കൊണ്ടാണ്, ഈ
ഈ പ്രപഞ്ചമുള്ളത് കൊണ്ടാണ് താനുള്ളത്. താൻ വികസിച്ചാൽ ഈ പ്രപഞ്ചമാകും, ഈ പ്രപഞ്ചം ചുരുങ്ങിയാൽ താനാകും എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും അതറിഞ്ഞു ജീവിക്കാനും പറ്റുന്ന ഒരു ലോകമായിട്ട്, ഒരു സമൂഹമായിട്ട്, ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറിയേ പറ്റൂ. അതിന് ഇന്നത്തെ ഈ സായാഹ്നം, ഈ ഒത്തുകൂട്ടുകൾ നിങ്ങളുടെ ചിന്തയിൽ അല്പമെങ്കിലും ഈ ചിന്തയ്ക്ക് പ്രസക്തി ഉണ്ട് എന്ന് തോന്നിയാൽ അതിന് ആ ആഴവും പ്രാധാന്യവും കൊടുക്കുക. നിങ്ങൾ അതിനൊത്ത് വളരുക, നിങ്ങളുടെ മക്കളെ അതിനൊത്ത് വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നാൽ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ശാന്തിയും സമാധാനവും ആനന്ദവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അനുക്ഷണം നിഷ്ഠൂരം ഈ ഭൂമിയെ തല്ലിത്തകർത്തുകൊണ്ട് ഭൂമിയിൽ സ്വർഗം രചിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു വാസഭൂമി അന്വേഷിച്ച് അവിടെ ഒരു സ്വർഗം രചിക്കാൻ ശ്രമിക്കുമ്പോൾ മറന്നു പോകരുത്, സ്വന്തം അമ്മയെ പിച്ചിച്ചീന്തുന്ന മർത്യന്റെ നിഷ്ഠൂരമായ ഈ കർമ്മം. ഇതവനെ പ്രാപ്തമാക്കുന്നത് അവൻ്റെ അറിവിൻ്റെ വൈകല്യമാണ്, പരിമിതിയാണ്, അപൂർണതയാണ്. അപ്പോൾ ഭാഗികമായ അറിവിൽ നിന്ന് പൂർണ്ണമായ അറിവിലേക്ക് ഓരോരുത്തരും വളരാനും അതനുസരിച്ച് ചിന്തിക്കാനും വൈകാരികമായി കർമ്മം ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും പ്രാപ്തിയുണ്ടാകട്ടെ. ഒരു നിമിഷ നേരം കണ്ണടച്ച് നിങ്ങളെല്ലാവരും മനുഷ്യരാണ് എന്ന് ചിന്തിക്കുക. എന്നിട്ട് ഒന്ന് പുഞ്ചിരിക്കുക. മനുഷ്യൻ്റെ പ്രത്യേകതയാണ് ചിരി. ഈ ലോകത്ത് ചിരിക്കാൻ പറ്റുന്ന ജീവികളിൽ അപൂർവത്തിൽ അപൂർവമാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യൻ്റെ വൈശിഷ്ട്യമാണ് ഈ ചിരി. ഒന്ന് ചിരിക്കുക. മുഖത്താ ചിരി ഉണ്ടാകണം, ഉള്ളിലാ ചിരി ഉണ്ടാകണം. ആ ചിരിയുടെ പ്രതിധ്വനിയായി ഹൃദയത്തിൻ്റെ സ്പന്ദനം മാറണം. അങ്ങനെ ഹൃദയവും വിചാരവും വികാരവും ആ ആനന്ദത്തിൽ സാന്ദ്രമാകട്ടെ. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു.